നമസ്കാരം, ഞാൻ പരമേശ്വര നമ്പൂതിരി. ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ഒക്ടോബർ മാസത്തിലെ മകീരത്തറ, തിരുവാതിര, പുണർതം, മുക്കാലും മിഥുനക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അതേപോലെ തന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും. മോശഫലങ്ങളെ അറിയുവാൻ താല്പര്യമില്ലാത്തവരും വീഡിയോ കാണേണ്ടതില്ല. എന്തായാലും ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ 17-ാം തീയതി വരെ സൂര്യൻ 4-ലാണ്. അതിനുശേഷം 5-ലേക്ക് വരും. 4-ൽ നിൽക്കുമ്പോഴും 5-ൽ നിൽക്കുമ്പോഴും സൂര്യനെ കൊണ്ട് മിഥുനക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. 17-ാം തീയതി വരെ 4-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ തടസ്സങ്ങൾ വന്നു ചേരുന്ന, വിഘ്നങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ വന്നു ചേരുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. 17-ാം തീയതിക്ക് ശേഷം സൂര്യൻ 5-ലേക്ക് വരുമ്പോൾ ശത്രു, ദുഃഖ, രോഗ, ദുരിതങ്ങൾ വന്നു ചേരുക, ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെയാണ് പറയുന്നത്. അതേപോലെ തന്നെ വിചാരിക്കാതെ തന്നെ ഓരോ രോഗദുരിതങ്ങൾ വന്നു ചേരുക, പലവിധ വ്യാധികളും ദുരിതങ്ങളും ഒക്കെ വന്നു ചേരുക, ധനപരമായിട്ടും ചെലവുകൾ കൂടുന്നൊരു ഫലത്തെയാണ് 5-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ടും സൂചിപ്പിക്കുന്നത്. അപ്പോൾ 4-ൽ നിൽക്കുമ്പോഴും 5-ൽ നിൽക്കുമ്പോഴും ചന്ദ്രാല് മിഥുനക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി, പ്രത്യേകിച്ച് ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മിഥുനക്കൂറുകാർക്ക് ചൊവ്വയെ കൊണ്ടും അത്ര നല്ല ഫലത്തെ അല്ല പറയുന്നത്. 20-ാം തീയതി വരെ ചൊവ്വ ജന്മത്തിലാണ്, അതിനുശേഷം 2-ലേക്ക് വരും. 20-ാം തീയതി വരെ ജന്മത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് വാഹനം ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കാര്യപരാജയം, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം ലഭിക്കാത്തൊരു ഫലത്തെയും സൂചിപ്പിക്കുന്നു. 2-ലേക്ക് വരുമ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് 2-ാം ഭാവം കൊണ്ടാണ്. 20-ാം തീയതിക്ക് ശേഷം ചൊവ്വ 2-ലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചും ധനത്തിന് ചെലവ് വന്നു ചേരുക, അതേപോലെ തന്നെ ചോരഭയം വന്നു ചേരുക, കള്ളന്മാർ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക. പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടത്തിലൊക്കെ ഓൺലൈനായിട്ടൊക്കെയാണല്ലോ നമ്മൾ ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കാലയളവിൽ നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു ശ്രദ്ധ ചെയ്യുക. അതേപോലെ അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികളും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെറുതെ ആലോചിച്ച് മനസ്സ് വിഷമിക്കുക, മനോവിചാര വ്യാധികൾ വന്നു ചേരുക, അതുപോലെ തന്നെ ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയും 2-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ജന്മത്തിൽ നിൽക്കുമ്പോഴും 2-ൽ നിൽക്കുമ്പോഴും ചന്ദ്രാല് നോക്കുമ്പോൾ അത്ര നല്ല ഫലത്തെ അല്ല പറയുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ, കുലം ച കുലധർമ്മം ചായ് മാം ച പാലയ പാലയ. ഈ സ്തോത്രമൊക്കെ ഒരു 12 തവണയെങ്കിലും ജപിച്ചു കഴിഞ്ഞാൽ ഈ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 10-ാം തീയതി വരെ ബുധൻ 4-ലാണ്. 4-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നല്ല ഫലത്തെയാണ് കേട്ടോ പറയുന്നത്. ബന്ധു, കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക, സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക, പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക, ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. അതായത് 4-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് കുടുംബപരമായിട്ട് നോക്കുമ്പോൾ നല്ല ഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. 10-ാം തീയതി വരെ. 10-ാം തീയതിക്ക് ശേഷം 5-ലേക്ക് വരുന്ന ബുധൻ ഭാര്യ, ഭർത്തൃ, പുത്ര കലഹം ഉണ്ടാകുക, നമ്മളുടെ കുടുംബത്തിൽ കലഹം ഉണ്ടാകാനായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കലഹം ഉണ്ടാകുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി, പ്രത്യേകിച്ച് ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഉള്ള സമാധാനം കൂടി ഇങ്ങോട്ട് പോകും അല്ലേ. നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക, അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക, അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരുന്നാൽ തന്നെ ഒരു പരിധിവരെ ഈ 5-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശമായിട്ടുള്ള ഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. 12-ലാണ് വ്യാഴം. 12-ൽ നിൽക്കുന്ന വ്യാഴവും മിഥുനക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെ അല്ല ചന്ദ്രാൽ സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. പലവിധേന വഴിനടക്കലുണ്ടാവുക, അലച്ചിലുണ്ടാവുക, ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അലച്ചിലുണ്ടാവുക, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, മറ്റൊന്ന് കഴിയുമ്പോൾ വേറൊന്ന്, ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടേണ്ടി വരുമ്പോൾ പലവിധ തടസ്സങ്ങൾ വന്നു ചേരുക. 12-ൽ നിൽക്കുന്ന വ്യാഴം അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെയാണ് മനസ്സിരുത്തി പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമമൊക്കെ ജപിക്കുക. 13-ാം തീയതി വരെ ശുക്രൻ 5-ലാണ്, അതിനുശേഷം 6-ലേക്ക് വരും.
13-ാം തീയതി വരെ ശുക്രൻ 5-ൽ നിൽക്കുന്നത് നല്ല ഫലത്തെയാണ് മിഥുനക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം, സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം വന്നു ചേരുക, നമുക്ക് സന്താന ഗുണം അനുഭവവേദ്യമായിട്ട് വരിക, ബന്ധുഗുണം വന്നു ചേരുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, കുടുംബ സുഖം അനുഭവിക്കാനായിട്ട് സാധിക്കുക, ഗുരുക്കന്മാരുടെ അനുഗ്രഹമൊക്കെ നമ്മളിലേക്ക് വന്നു ചേരുന്ന നല്ല ഫലം. അതായത് 5-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് പറയുന്നത്. പക്ഷെ 6-ലേക്ക് വരുമ്പോൾ 13-ാം തീയതിക്ക് ശേഷം ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക, രോഗദുരിതങ്ങൾ വന്നു ചേരുക. പ്രത്യേകിച്ച് ചോറ്റാനിക്കര ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ സർവജ്ഞേ സർവവരതേ സർവദുഷ്ടഭയങ്കരി സർവസ്യ ആർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. എല്ലാവർക്കും എപ്പോഴും ചോറ്റാനിക്കരയിൽ എപ്പോഴും പോയി തൊഴാൻ പറ്റിയെന്ന് വരില്ലല്ലോ. പക്ഷെ നമുക്ക് കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കാം അല്ലേ. അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ലാണ് ശനി. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സ്ഥാനമാണ് 9. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും എല്ലാ വിധേനയും നമുക്ക് ഭാഗ്യമാണ് വന്നു ചേരേണ്ടത് അല്ലേ. ഈ ശനിയെ കൊണ്ട് പറയുന്നത് മന്ദൻ എന്നും കൂടി ഒരു പര്യായപദമുണ്ട്. അതായത് മന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെയാക്കി തീർക്കുക. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളെ കുറച്ച് കുറയുവാനിട വരിക, നമ്മളിലേക്ക് വന്നു ചേരുന്നത് പതുക്കെയാക്കി തീർക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സൽക്കർമ്മങ്ങൾ, നല്ല കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും ചെയ്യുവാനായിട്ട് സാധിക്കാതെ വരിക. ശനൈശ്വരായ എന്നുള്ള നാമം ചോദിച്ചോളൂ. ഈ ശനിയെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെയും നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും മിഥുനക്കൂറുകാരുടെ ഗ്രഹപ്പിഴ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ, കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാൻ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.